ക്ലാസ്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് SSCRT പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മളെടുത്ത SSCRT അധ്യായങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പുതുതായിട്ട് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിന്റെ പേര് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. ഡച്ചുകാർ. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 സസ്യങ്ങളെ കുറിച്ചാണ്. 742 സസ്യങ്ങളെ കുറിച്ചാണ്. ഈ ഒരു ചോദ്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LGS ലെവൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ഹെൻറി വാൻഡ്രീഡ് ആണ്. ഹെൻറി വാൻഡ്രീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹെൻറി വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? മലയാളി വൈദ്യൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാലോ? മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇനി ഈ ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരെ എന്ന് ചോദിച്ചാലോ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരെ എന്ന് ചോദിച്ചാൽ ഡോക്ടർ KS മണിലാൽ ആണ്. ഡോക്ടർ KS മണിലാൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. DK കാർവെയാണ് മഹാരാഷ്ട്രയിലെ 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. അപ്പൊ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരെ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ DK കാർവെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഏത് വർഷമാണ് എന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ 3 പോയിന്റ്സും പഠിക്കണം. DK കാർവെ ആണ് സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലാണ്. 1916. അടുത്ത ചോദ്യം, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരെല്ലാം? എവിടെയാണ്? അലിഗഡില് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ്. അലിഗഡില് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാനായിട്ട് നേതൃത്വം നൽകിയവർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. 4 പേരെയും ഓർക്കാം. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ് അലിഗഡില് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കുവാനായിട്ട് നേതൃത്വം നൽകിയവർ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് വർഷമാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി.
ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏത് എന്ന് ചോദിച്ചാലോ, ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നയി താലിമാണ്. നയി താലിം വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. പദ്ധതിയുടെ പേര് നയി താലിം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. എവിടുത്തെ കർഷകരാണ്? ബംഗാളിലെ കർഷകരാണ്. ഏത് കലാപത്തെ പ്രമേയമാക്കിയിട്ടാണ്? സന്യാസി കലാപത്തെ പ്രമേയമാക്കിയിട്ടാണ്. കൃതി ഏതാണ്? ആനന്ദമഠമാണ്. ആനന്ദമഠം എന്നത് ഏത് തരത്തിലുള്ള കൃതിയാണ്? നോവൽ ആണ്. നോവൽ. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പം എവിടത്തെ കർഷകരാണ്? ബംഗാളിലെ കർഷകരാണ്. സന്യാസി കലാപമാണ് പ്രമേയം. ആനന്ദമഠം എന്നതാണ് കൃതിയുടെ പേര്. ആനന്ദമഠം എന്നത് നോവലാണ്. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര് എന്ന് ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ എവിടെയാണ് ഉയർത്തിയത് എന്ന് ചോദിക്കുക. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ്. ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ്. ഏത് വർഷമാണ് എന്നും ചോദിക്കാറുണ്ട്. ഏതാണ്? 1907 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ് മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? കഴിയും. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ കഴിയും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? ഇല്ല. എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാനായിട്ട് കഴിയുകയില്ല. ഇന്ത്യൻ പാർലമെന്റിൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഏക ഗോത്ര ജനതയുടെ നേതാവ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഏക ഗോത്ര ജനതയുടെ നേതാവ് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത്. ഗാന്ധി സെ പെഹലെ ഗാന്ധി കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. ആരുടേതാണ്? ഇക്ബാൽ ദുറാനി. ഇക്ബാൽ ദുറാനിയുടെ കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത്. കേന്ദ്ര കഥാപാത്രമാരാണ്? ബിർസ മുണ്ടയാണ്. അപ്പൊ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത്. ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നത് ഇക്ബാൽ ദുറാനിയുടെ കൃതിയാണ്. കേന്ദ്ര കഥാപാത്രമാരാണ്? ബിർസ മുണ്ടയാണ്. ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേതാദേവി രചിച്ച നോവൽ ഏത് എന്ന് ചോദിച്ചാലോ? ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ. നോവലിന്റെ പേര് ആരണ്യർ അധികാർ. രചിച്ചത് ആരാണ്? മഹാശ്വേതാദേവിയാണ്. മഹാശ്വേതാദേവിയുടെ നോവലാണ് ആരണ്യർ അധികാർ എന്നത്. ആരണ്യർ അധികാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ബിർസ മുണ്ടയാണ്. അപ്പൊ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവലാണ് ആരണ്യർ അധികാർ എന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത എന്ന വേർഡ് നോട്ട് ചെയ്യണം. ഏതാണ് കലാപം? ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത് എന്ന് ചോദിച്ചാലോ? സൈനിക കലാപം വെള്ളൂർ കലാപമാണ്. തമിഴ്നാട്ടിലെ വെള്ളൂരിൽ നടന്ന കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. വെള്ളൂർ കലാപം നടന്ന വർഷം 1806 ആണ്. 1806
തമിഴ്നാട്ടിലെ വെള്ളൂരിൽ നടന്ന കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപം. തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപം, വർഷം 1806. തൃശ്ശൂരില് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? തൃശ്ശൂരില് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: അംശി നാരായണ പിള്ള വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം: സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരെ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആര്? സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരെ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത്. ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദൻ. 4 കൃതികൾ ഓർക്കണം. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദൻ. ഇത് ഹിന്ദി കൃതികളാണ്. ഇവ രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദൻ രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. ഹിന്ദി കൃതികളാണ്. തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അപ്പൊ സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് കൃതികളാണ്. അടുത്ത ചോദ്യം: 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. ഉത്തർപ്രദേശില് മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ മീററ്റില്. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത് ആര്? 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമന്റെ ജനറൽ ആയിരുന്നു ഭക്ത് ഖാൻ. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയവർ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ഝാൻസിയിലെ നേതൃത്വം നൽകിയതോ? ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂരിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരില് നാനാ സാഹിബ്, താത്തിയ തോപ്പി എന്നിവരാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ഇനി ലക്നൌവിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? ലക്നൌവിലാണ്. ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് ആര്? നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് എന്താണ്? അസ്ഥിക്കൂടമാണ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് അസ്ഥിക്കൂടം. അസ്ഥിക്കൂടത്തിന്റെ 2 പ്രധാന പ്രവർത്തനങ്ങൾ ഏവ? അസ്ഥിക്കൂടത്തിന്റെ പ്രധാന 2 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധർമ്മം എന്നത് ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുക എന്നിവയാണ് അസ്ഥിക്കൂടത്തിന്റെ 2 പ്രധാന പ്രവർത്തനങ്ങൾ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുക. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് എന്നത് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 ആണ്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. 33. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം
നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് മലബാറാണ്. മലബാർ. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് 1792 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ് എന്ന് ചോദിച്ചാലോ? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ് എന്ന് ചോദിച്ചാൽ 18ാം നൂറ്റാണ്ടോടെയാണ്. 18ാം നൂറ്റാണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആര്? കേരള സിംഹം പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് കേരള സിംഹം എന്ന പേരില് ചരിത്ര നോവൽ എഴുതിയത് ആര്? പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ മരണപ്പെട്ടതെന്നാണ് 1805 നവംബർ 30 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടന്ന വർഷം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. 1809 എന്ന വർഷവും അതുപോലെ തന്നെ ഡേറ്റും കൃത്യമായിട്ട് പഠിക്കണം. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിലെ 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏതാണ്? 1861. കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂര് മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം 1861. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂര് മുതൽ തിരൂർ വരെയായിരുന്നു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന സംഘം. ഇതെല്ലാം തന്നെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. തിരുവിതാംകൂറില് മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആര്? മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതോ? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചേർക്കുവാൻ അവർക്ക് കഴിയും. ഇത് ആരുടെ വാക്കുകളാണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചേർക്കുവാൻ അവർക്ക് കഴിയുമെന്നത് ആരുടെ വാക്കുകളാണ്?
കേശബ് ചന്ദ്രസെന്നിന്റെ വാക്കുകളാണ്. കേശബ് ചന്ദ്രസെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകൾ? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വീരേശലിംഗം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകൾ? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്നത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. രാജാറാം മോഹൻ റോയ്. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാര്? വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാരാണ്? ദാദാബായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാരാണ്? ദാദാബായ് നവറോജിയാണ്. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? 12 ജോഡിയാണ്. ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളത്? ഓരോ കൈയിലും എത്ര അസ്ഥികളാണ്? 32 ആണ്. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥിയാണുള്ളത്? ഒരു കാലില് 31 അസ്ഥികളാണ് ഉള്ളത്. കയ്യിൽ 32, കാലില് 31. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തായിരുന്നു? ഉയർന്ന നികുതി നിരക്കായിരുന്നു, നിർബന്ധിത നികുതിയായിരുന്നു, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, അതുപോലെ നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. ഈ 4 പോയിന്റും നോട്ട് ചെയ്യുക. ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വർഷം 1882. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ്. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ് ഏത് കലാപത്തിനാണ്? സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഭവാനി പഥക്, മജ്നു ഷാ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദിനബന്ധു മിത്ര രചിച്ച നാടകം ഏതാണ്? നാടകം നീലദർപ്പൺ. ഇപ്പൊ നീലദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദിനബന്ധു മിത്രയാണ്. 1860. ബംഗാളിലെ നീലം കർഷകരാണ്. നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽദർപ്പൺ എന്നത്. അപ്പൊ നീൽദർപ്പൺ എന്നത് നാടകമാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ബംഗാളിലെ നീല കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15. നവംബർ 15 ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഗോത്രാഭിമാന ദിനം. ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ട് ആചരിക്കുന്നത് നവംബർ 15 ആരുടെ ജന്മദിനമാണ്? ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. 2021 മുതലാണിത് ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15. ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. 2021 മുതലാണ് ഇത് ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 1857 ഏപ്രിൽ 8. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? യൂറോപ്യൻ വാസ്കോ ഡ ഗാമ.
വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം. എവിടെ നിന്നുമാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്? ലിസ്ബണിൽ നിന്നുമാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകൾ ഏതൊക്കെയാണ്? വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളാണ് വാസ്കോഡ ഗാമ പിന്നിട്ടത്. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ? സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം എന്നിവയാണ്. അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളാണ്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം ഏതാണ്? വർഷം 1498 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആര്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതെന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 1741. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഏതാണ്? കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഡച്ചുകാരാണ്. ഡച്ചുകാർ. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് നടന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം ആർക്കായിരുന്നു? അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം 1757. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കുമെന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏതെന്ന് ചോദിച്ചാൽ ഫോർട്ട് വില്യമാണ്. 1764 ബക്സർ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബക്സർ യുദ്ധം ബ്രിട്ടീഷുകാരാണ്. 1764 ബക്സർ യുദ്ധം നടന്നത്. ജയിച്ചത് ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്രധാന യുദ്ധം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ബക്സർ യുദ്ധമാണ്. ബക്സർ യുദ്ധം. പ്ലാസി യുദ്ധത്തിലെ ബംഗാളിന്റെ നവാബ് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിലെ ബംഗാളിന്റെ നവാബായിരുന്നത് സിറാജുദ്ദൗളയാണ്. സിറാജുദ്ദൗള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അടിത്തറ പാകിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം, ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? റോഡ്ജൻ ആണ്. എക്സ്റേ കണ്ടുപിടിച്ചത് കോൺറാഡ് റോഡ്ജൻ. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൻ. വിൽഹെം കോൺറാഡ് റോഡ്ജൻ. റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895. 1895. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായാണ്? അച്ചടി യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാർ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ഇതിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്യുക, പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.